2 നിലയുള്ള ഒരു വീട്, എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്. മാത്രമല്ല അവിടുത്തെ ഓരോ പാത്രവും, അവിടുത്തെ ക്ലോക്കും, അവിടുത്തെ സെറ്റിയും എല്ലാം എത്രയോ കാലം അധ്വാനിച്ചും പണിയെടുത്തും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് അവിടുത്തെ ഓരോ പാത്രത്തിലും ഓരോ വസ്തുക്കളിലും പ്രകടമാകുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ സാധാരണ വാടകയ്ക്ക് ചെല്ലുന്ന ആളുകൾ സാധ്യതകൾ ചെയ്യില്ല. ഇതെല്ലാം ഉള്ളൊരു വീടാണ്, ചെറിയ വാടക. അപ്പോൾ സ്വാഭാവികമായും അന്വേഷിച്ചു ഇങ്ങനെ ഒരു വീട് എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതൊരു വീട്ടിൽ താമസിക്കുന്നതാണല്ലോ. അപ്പോൾ താമസിച്ച ഒരു വീട് എങ്ങനെയാണ് ഒരു വാടകക്കാരൻ അങ്ങനെ വിട്ടുപോകും ആ സാധനങ്ങളോട് കൂടെ? എത്രമാത്രം എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ബെഡ് ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങളെ ബെഡ് കൊടുത്ത് വിരിക്കാം എന്നൊരു സമ്മതം പറഞ്ഞു. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അതൊരു പ്രവാസിയുടെ വീടാണ്. അയാൾക്ക് 2 കുട്ടികൾ, അയാളുടെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ ഭാര്യ മരണപ്പെട്ടപ്പോൾ പിന്നെ വീട് ആവശ്യമില്ലാതായി. അയാൾ 2 മക്കളെയും ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവരുടെ പഠനവും കാര്യങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു. ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്.